ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ പറട്ടെ അതുണ്ടാവും. ആ കുട്ടിയുടെ കുറ്റമല്ല, അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ്. എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR പോവാം, ബിഗ് ബെനിക്ക് കിട്ടൂ. എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ? ജനറേഷൻസ് മാറുമ്പോഴുള്ള ചിന്താധാരകൾ എല്ലാവർക്കും മാറും. അത് കൊച്ചു കുഞ്ഞോട്ട് വലിയവർ വരെ. പക്ഷെ അത് പറഞ്ഞാൽ ചിലവാകുമോ? തള്ളക്ക് വയസ്സായതുകൊണ്ട് അത് പറയും. മല്ലികമ്മയുടെ മിക്ക ഇന്റർവ്യൂസും അത് ഒരുപാട് ട്രോൾസ് ഒക്കെ ആയിട്ട്, ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ആയിട്ട് ആൾക്കാർ ചിത്രീകരിക്കാറുണ്ട്. ആര് സത്യം പറയുന്നോ, എവിടെ സത്യം പറയുന്നോ, അപ്പൊ പിന്നെ കോൺട്രവേഴ്സിയാ. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ബുദ്ധിയും വിവരവും സംസ്കാരവും കുടുംബ പാരമ്പര്യമുള്ളവൻ മിണ്ടാതിരിക്കും. മലമുകളിൽ താമസിക്കുന്നവർക്ക് വരാൻ റോഡിലെന്നും പറഞ്ഞ് MP ഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം. അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ സമരം ചെയ്താണ് ആ പാർട്ടിയൊക്കെ. ഇതൊക്കെ ഒരു സിനിമയെ കാണിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു പാർട്ടി ഇല്ലേ? ഒരു കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആ പടത്തേക്ക് ഇത് നടന്നൊരു സംഭവമാണത്. ആ കുട്ടി അങ്ങ് എത്തുമ്പോഴത്തേക്കും കുട്ടി മരിച്ചു പോകുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളും ഇല്ല, രാഷ്ട്രീയ പാർട്ടിയില്ല. സിനിമ വന്നോണ്ടേ അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? അവരെ പോലുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അത് തോന്നാത്തത് മനസ്സിൻ്റെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതികളുണ്ട്. സെലിബ്രിറ്റി ആ സ്ത്രീ മിണ്ടാ ചെന്നപ്പോൾ പിന്നാട്ടെന്ന് കാണിച്ചത് എന്ത് കണ്ടിട്ടാണ്? വേറെ ഒരു ജോലിയില്ല, വീട്ടിൽ കുത്തിയിരുന്ന് ഇത് തന്നെ കളി. എന്തെങ്കിലും വിശക്കുമ്പോൾ അച്ഛനമ്മയോ കൊടുക്കുമായിരിക്കും. ഇതായിരിക്കും ജീവിതം. അല്ല എന്ത് പറയാം. ഹലോ, വെൽക്കം ടു ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സ്. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ദ ബ്രേക്കിംഗ് പോയിന്റിലുള്ളത് നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മല്ലികാമ്മ. അമ്മേ നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാണ് മല്ലികാമ്മയുടെ പുതിയ വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ഈ പ്രായത്തിൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല. പക്ഷെ ചുറ്റും നടക്കുന്ന എല്ലാം വിശേഷങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊക്കെ കണ്ട് ചിലത് കാണുമ്പോൾ ഒരു ചിരി വരും, ചിലത് കാണുമ്പോൾ സഹതാപം തോന്നും, ചിലത് കാണുമ്പോൾ പഴയ കാലമായിരുന്നു നല്ലതെന്ന് തോന്നും. ഇങ്ങനെ അങ്ങനത്തെ ഒരു സമ്മിശ്ര വികാരങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നു. എന്ത് കാണുമ്പോഴാണ് പഴയ കാലമായിരുന്നു നല്ലതെന്ന് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും ഒരു സുഹൃത്ത് ബന്ധം, അതങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ സുഹൃത്താണെങ്കിലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാം കുടുംബ ബന്ധങ്ങളിൽ പോലും ഇപ്പോൾ വലിയൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഈ ലൈൻ അങ്ങ് മാറി. മക്കൾ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആരെയും കുറ്റം പറയല്ല. ഈ ജനറേഷൻസ് മാറുമ്പോഴുള്ള ചിന്താധാരകൾ എല്ലാവർക്കും മാറും. അത് കൊച്ചു കുഞ്ഞോട്ട് വലിയവർ വരെ. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പം എന്താ ഈ പിള്ളേരൊക്കെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പറഞ്ഞാൽ ചിലവാകുമോ? തള്ളക്ക് വയസ്സായതുകൊണ്ട് അത് പറയും. അത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പാവം കഷ്ടം വിവരമില്ലാതെ പിള്ളേർ വല്ലതൊക്കെ കമൻറ്റോ ട്രോളോ ഒക്കെ ഇട്ടോട്ടെ. അത് അവരുടെ സംസ്കാരം, അവരെ വളർത്തിയ രീതി, അവരുടെ ഭാഷാജ്ഞാനം, ഇതെല്ലാം പ്രശ്നമാണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ പോവുക എന്നല്ലാതെ നമ്മുടെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഞാനിപ്പോൾ സീരിയലായാലും സിനിമയായാലും ഞങ്ങൾ പോവും, നമ്മൾ പണിയെടുക്കും, തിരിച്ച് വീട്ടിൽ പോവും. വലിയ കമ്പനി ഇല്ല എനിക്ക്, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ വൈകിട്ടുള്ള പരിപാടികൾക്കെല്ലാം പോയിരിക്കുക, അതൊക്കെ കഴിയില്ല, പ്രായമൊക്കെ കഴിയില്ലേ. മല്ലികാമ്മയുടെ മിക്ക ഇന്റർവ്യൂസും അത് ഒരുപാട് ട്രോൾസ് ഒക്കെ ആയിട്ട്, ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ആയിട്ട് ആൾക്കാർ ചിത്രീകരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ കോൺട്രവേഴ്സി വരുമല്ലോ, ഞാൻ പറയാതെ അറിയാമല്ലോ. നുണ പറഞ്ഞാൽ സൂചിപ്പിച്ച് സംസാരിച്ചാൽ ഒരു കോൺട്രവേഴ്സിയും വരത്തില്ല. ആര് സത്യം പറയുന്നോ, എവിടെ സത്യം പറയുന്നോ, അപ്പൊ പിന്നെ കോൺട്രവേഴ്സിയാ. ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും സത്യം? ഒരാളിന്റെ പേര് പറഞ്ഞേ, നമ്മളിപ്പോൾ ഒരാളിനെ കുറിച്ചൊരു സത്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ബുദ്ധിയും വിവരവും സംസ്കാരവും കുടുംബ പാരമ്പര്യമുള്ളവൻ മിണ്ടാതിരിക്കും അല്ലേ? അതില്ലാത്തവർ അതിൻ്റെ പേരിൽ കുറേ ബഹളങ്ങൾ, ഇതിൻ്റെ പേരിൽ കുറേ ബഹളങ്ങൾ, സുഹൃത്തുക്കൾ, ഫാൻസുകൾ, മറ്റേ സിനിമയിലെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ നോക്കിക്കോളൂ. ഇപ്പം നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലെടുക്കാം, ഒരു ചെറിയ ഒരു പണക്കം വന്നാൽ അത് ഊതിപ്പെരിപ്പിക്കാൻ 100 ബന്ധക്കാർ കൂടുണ്ട്. അത് എല്ലായിടത്തും ഉള്ള, അതൊന്നും വലിയ സംഭവം. ഇപ്പം എന്ത് വരുന്നത് ഇത് കൂടുതലായപ്പോൾ ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല. ട്രോള് വന്നാൽ അതവിടെ വന്നോട്ടെ, അത് അവൻ്റെ സ്വഭാവം, ഇങ്ങനെ അങ്ങ് വിട്ടു. കുറച്ച് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, അയ്യോ നമ്മൾ കറക്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കും. ഇപ്പം മനസ്സിലായി എല്ലാവർക്കും ഇത് വെറുതെയാന്നുള്ളത്. കാരണം ഈ ട്രോള് വായിച്ചിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടറിയാം, ചേച്ചി ചുമ്മാ ചേച്ചി ഇവനൊന്നും മറുപടി പറയാൻ പോവല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് വായിക്കുന്ന ഒരു ഭൂരിഭാഗത്തിനും അറിയാം ഇതിനകത്ത് എന്തൊക്കെയോ ചില വ്യക്തിപരമായ അസൂയാണോ, അതോ വ്യക്തിപരമായ ഒരു വിരോധമാണോ, അതോ മറ്റാരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അതാണ് കാലം. ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ മല്ലികാമ്മ, ഇപ്പൊ നമ്മൾ അധികം ഇന്റർവ്യൂസ് ഒന്നും കാണുന്നില്ല മല്ലികാമ്മയുടെ. ഇപ്പൊ കൊറേ കൊടുത്തു. ഇപ്പൊ ഞാൻ ഒരു മാസമായിട്ടത് മിണ്ടായിരിക്കുകയാണ്. കാരണം ഒരുപാട് ഇന്റർവ്യൂ കുറെ കാലമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ആരും ഒന്നും മിണ്ടുന്നില്ല. അമ്മ പറയൂ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചില
കാര്യങ്ങൾ പറയണമെന്ന് തോന്നുമ്പോൾ പറയും. പിന്നെ ചുമ്മാ കൊലു അത് പറഞ്ഞുകൊണ്ട് എനിക്ക് അതൊരു ചില ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെയെന്ന് തോന്നാറുണ്ട്. ചിലരോടുള്ള ചോദ്യമൊക്കെ കാണുമ്പോൾ അവരെ പാട്ടിന് വിടുന്നു. കാരണം ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഇത് തന്നെ ഒരുമാതിരി വേല വെക്കുകയാണോന്നൊന്നും. വളരെ സീരിയസ് ആയിട്ടൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് വിടുന്ന, കമ്മൽ വിടുന്ന എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെയാണോ ഇന്നത്തെ ജേർണലിസം? എനിക്കറിയത്തില്ല സത്യം പറയാം. അപ്പോൾ അവരെ കുറ്റം പറയണ്ട, ആ കുട്ടികളെന്തിനാ കുറ്റം പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് ഒരു രംഗത്തേക്ക് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്കതൊക്കെ. അയ്യോ കുറേ പേര് ക്യാമറയും കൊണ്ട് പുറകെ വരുന്നുള്ളൂ. പക്ഷേ ഈ വരുന്നവരെയും പോകുന്നവരെയും അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ടിംഗ് നടത്തുന്നവരെയൊക്കെ ശ്രദ്ധിച്ചാലറിയാം അവരൊരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല അവർക്കൊന്നും. അത് ചുമ്മാ അവരുടെ ഒരു നേരം പോക്ക് പോലെ ഒരു തമാശയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു പ്രൊഫഷണൽ രീതി കൊണ്ടുവന്നെങ്കിലാണ് നമ്മൾ വളരത്തുള്ളൂ നമ്മുടെ തൊഴിലിൽ. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇതൊരു തമാശ ആയിട്ടാണെങ്കിൽ എത്ര കാലം വേണേലും ചുമ്മാ ഇങ്ങനെ കൊണ്ടാണ്. അമ്മ എപ്പോഴെങ്കിലും തിയേറ്ററിൽ പോകുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എവിടെ ഇങ്ങനെ മീഡിയാസ് ഇങ്ങനെ വന്നിട്ട്? അല്ല, മീഡിയാസ് നമ്മുടെ ആ പടത്തിനെ കുറിച്ച് ചോദിക്കാൻ വരുന്നില്ല. അതൊന്നും പണ്ടൊന്നും ഇല്ല ഇങ്ങനത്തെ ബഹളങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ വന്നാലേ ഉള്ളൂ. കൂടിപ്പോയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് ശേഷം. അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞാൽ ഞാൻ സ്ത്രീവിരോധിയാന്ന് പറയാം, അതുകൊണ്ടല്ലേ പറയാത്തത്. ഒരു പരിധി വരെ പെൺകുട്ടികളും കാരണക്കാരാണ്, യാതൊരു സംശയം വേണ്ട. അത് ആ കാര്യത്തിലൊക്കെ ഈ നമ്മുടെ സീമാജി നായരൊക്കെ ഓരോരോ പോസ്റ്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. ഇതെന്തോ ലോകത്താരും ചെയ്യാത്ത ഒരു ഭയങ്കര തെറ്റിവിടെ സംഭവിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെ വിടലേക്ക് എല്ലാം ഇത് അതിനു മുമ്പ് തെറ്റ് ചെയ്തിട്ടില്ലേ? അതിനു മുമ്പ് അതേ ആരോപണങ്ങൾ നേരിട്ട് ആമ്പിള്ളേർ വിടില്ലേ? അവരെക്കുറിച്ചൊന്നും ആരും പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒന്നും കളിയാക്കി കണ്ടില്ലല്ലോ. അത് പറയുകയാണെ എല്ലാവരെയും പറയണം. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അത് ശരിയല്ല. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ മോൻ്റെ ഒരു പടം എമ്പുരാൻ കഴിഞ്ഞപ്പോൾ ഒരു ചാനലിൽ ഒരു കുട്ടി ഇരുന്നുണ്ട്. ആ കുട്ടിയുടെ രാഷ്ട്രീയ ചിന്താധാരകളോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ഒരു സഹയാത്രയായിരിക്കും ആ പർട്ടിക്കുലർ പാർട്ടിയുടെ. ഈ എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് പൃഥ്വിരാജ് വന്ന് സെൻസർ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എൻ്റെ പടമൊന്ന് ഇറക്കണേ എന്ന് പറഞ്ഞു. വളരെ പറയുക, ഒരു വ്യക്തത പോലും വരുന്നില്ല. പറഞ്ഞാൽ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മീഡിയ ചോദിച്ചപ്പോൾ അക്ഷരം മിണ്ടാതെ പോയി. അത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ അതേ ആള് തന്നെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ എന്നാലും അത് ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ പോലും. അത് പിന്നെ ഒരു 5:30 മണിക്കൊക്കെ 6 മണിക്കൊക്കെ ഒരു ട്രെയിനിൽ വന്ന് ക്ഷീണിച്ചിറങ്ങുന്നതാണ്. അപ്പം തന്നെ പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പോലും അത് പാടില്ല. ആ 2 ആറ്റിറ്റ്യൂഡ് പാടില്ല. എൻ്റെ പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ ശരി, വേറൊരുത്തൻ തെറ്റ് ചെയ്താൽ അത് പരിപൂർണ്ണ തെറ്റ്. അതല്ല, അത് നമുക്കൊക്കെ പറയാം. ഞാനടക്കമുള്ളവർക്ക് ഒരു സാധാരണ പബ്ലിക്കിൻ്റെ രീതി എന്നുണ്ട്. അത് പറഞ്ഞാൽ അത് പറയാം. പക്ഷേ വെൻ യു വർക്കിംഗ് ഫോർ എ പർട്ടിക്കുലർ ചാനൽ, ആ ചാനൽ അളക്കും അവർ. ഇത് വെറുതെ ഒരുമാതിരി പക്ഷപാതപരമായിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് ചില ചാനലുകൾക്ക് വ്യൂവർഷിപ്പ് കൂടുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ചില ന്യൂസ് റീഡേഴ്സും ചില ആങ്കർമാരും അത് ഡിബേറ്റ് അവരാവട്ടെ എഡിറ്റേഴ്സ് അവരാവട്ടെ ചിലരിരുന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കും. ചിലർ ഒരുമാതിരി ചന്ത അടിയും ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്തൊരു എനിക്ക് തോന്നാറുണ്ട്, എന്താ ഇവരൊക്കെ ഇങ്ങനെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നാറുള്ള കാര്യമാണ്. എന്തെല്ലാം കേട്ടു, അയ്യോ എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ വിലായത്ത് ബുദ്ധ ഇപ്പം തിയേറ്റേഴ്സിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്? അല്ലല്ല, വിലായത് ബുദ്ധ അങ്ങനെ ഒരു മോശം പടമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്താ എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ അടുത്ത് അയ്യോ സച്ചി ചേട്ടനുണ്ട്, അതൊരു പക്ഷേ നാച്ചുറലി ഇപ്പം എനിക്കും തോന്നാം സച്ചി ഉണ്ടായിരുന്നെങ്കിൽ സച്ചി കാണുന്നത് വേറൊരു ആംഗിളിലായിരിക്കും. പക്ഷേ സച്ചിയുടെ ശിഷ്യൻ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പം എന്നും പറയുമ്പോൾ സച്ചി എടുക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഷോർട്സോ അല്ലെങ്കിൽ നറേഷൻ രീതിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട്. അപ്പോൾ അത് വിലായത് ബുദ്ധ എനിക്ക് വാസ്തവത്തിൽ ആ പടത്തിനകത്ത് വേറൊന്നുമുണ്ടല്ലോ. നമ്മൾ ഈ മലയാളത്തിൽ ഈ ഒരു ഗ്രാമവും ഇങ്ങനെ മലയാളം ഉണ്ടാക്കി താമസിക്കുന്ന ഇതൊക്കെ റിയൽ പ്രോബ്ലം. എന്താ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം സർക്കാരുമായിട്ട്? മലമുകളിൽ താമസിക്കുന്നവർക്ക് വരാൻ റോഡില്ലെന്നും പറഞ്ഞ് എം പിമാർ ഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം. അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ സമരം ചെയ്തതാണ് ആ പാർട്ടിയൊക്കെ. ഇതൊക്കെ ഒരു സിനിമയെ കാണിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഇവിടെ ഒരു പാർട്ടി ഇല്ലേ? അതാണ്. അപ്പോൾ റോഡില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും ഒരു കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആ പടത്തേക്കാൾ ഇത് നടന്നൊരു സംഭവമാണത്. ആ കുട്ടി അങ്ങ് എത്തുമ്പോഴത്തേക്കും കുട്ടി മരിച്ചു പോകുന്നു. അവിടെ തടയുന്നു, ഇവിടെ റോഡില്ല, മറ്റേ ചെക്ക് പോസ്റ്റ്, മറ്റേത് ഈ വണ്ടി പരിശോധിക്കണം. ഇതല്ലേ കേൾക്കുന്നത്. ചുമ്മാ ഇരിക്കുന്ന പോലീസുകാർക്ക് വരെ ചീത്തയാണ്. അയാളാണ് ഈ സമയം കളഞ്ഞത്, അങ്ങനെ കുട്ടി മരിച്ചു പോയി, എത്തിക്കാൻ വൈകിപ്പോയി. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചില്ല അങ്ങനത്തെ ന്യൂസ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളും ഇല്ല, രാഷ്ട്രീയ പാർട്ടിയില്ല. സിനിമ വന്നോടനെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവരാരുമല്ല ഈ പറയുന്നത്. ഇത് സിനിമയ്ക്കകത്തെ ശത്രുക്കൾ തന്നെയാണ് ഈ ഉണ്ടാക്കുക. ഞാനിപ്പോൾ പലരുടെയും എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഞാനിത് പലരും ആരാണെന്ന് അന്വേഷിക്കാറുണ്ട്. നമുക്ക് ചിരി വരും.
പെണ്ണിൻ്റെ തല, കുഞ്ഞിൻ്റെ തല, ഗുരുവായൂരപ്പൻ്റെ തല, മുരുകൻ്റെ തലയൊക്കെ വെച്ചിട്ട് പറയുന്ന ഭാഷ ഞാൻ ആലോചിക്കും, ദൈവമേ ചാവാൻ നേരത്തെ ഒരിറ്റ് വെള്ളം കൊടുക്കണമെങ്കിൽ ആരും ഇല്ലാത്ത അവസ്ഥയായി പോകുമല്ലോ ഇവർക്കൊക്കെ. എന്തോന്നാണ് ഈ തല മാറ്റി അവൻ്റെ തല വയ്ക്കുക, ആണത്തുള്ളവനാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ എന്ന് പറയണം. അതില്ല, എല്ലാ ഫേക്ക് ഐഡിയും ഫോട്ടോയും ഒക്കെ ഫേക്കാണ്. അപ്പം അങ്ങനെയുള്ളവർ പറയുമ്പോൾ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? അത് വെറുതെ അസൂയയുടെ പുറത്ത്. പിന്നെ കുറേ ചിലർക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം വരും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടം മോൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, മോള് നന്നായിരിക്കുന്നത് പറയുമ്പോൾ എൻ്റെ ഒരു പ്രായമൊക്കെ വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ആക്കാരുത് എന്നൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാതങ്ങ് കുറ്റം പറയണമെങ്കിൽ അതിനകത്ത് കാര്യമായിട്ട് മറ്റു കാര്യങ്ങളുണ്ട്. അത് ഈ കേരളത്തിൽ ഒരു 4 അക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയാവുന്ന വിദ്യാസമ്പന്നരായ സംസ്കാരമുള്ള ആൾക്കാർക്ക് അതറിയാം. ഇത് കുറച്ച് സത്യമാണ് ചേച്ചി എന്ന് പറയുന്നവരെ ഞാൻ കാണാറുള്ളൂ കൂടുതലായിട്ട്. ഇത്തരം പിള്ളേരൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ലല്ലോ, നമ്മളെ മാറിയെന്ന് ചീത്ത വിളിക്കില്ല. ഞാൻ കണ്ടതാണ്, പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് വെച്ച് നോക്കിയാൽ മോക്ക് കാണാം, ഈ ഗൾഫ് നാടുകളിലാട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ കാണുന്നവരൊക്കെ പറയുന്നത് എന്തൊക്കെയോ വേറെ ഒരു മലയാള പടം, ഒരു കളർഫുൾ പടം കണ്ടതുപോലെ ഉണ്ട്. എനിക്കൊരു സബ്ജക്റ്റ് അധികം മലയാളത്തിൽ കണ്ടിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്കൊക്കെ അറിയാം ഈ തരം പ്രശ്നങ്ങൾ. പക്ഷെ അതിനേക്കാട്ടിൽ പ്രശ്നങ്ങളാണ് നമ്മുടെ ഇവിടെ ആദിവാസികൾ നേരിട്ടിരിക്കുന്നതെന്നാണ് മന്ത്രിമാരും മന്ത്രിയാവാൻ പോകുന്നവരും എം പിമാരും ഒക്കെ പറയുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിലെന്ന് പറയാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജസ് ഒരു ചലച്ചിത്രത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെപ്പോലുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അത് തോന്നാത്തത് മനസ്സിൻ്റെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതികളുണ്ട്. അപ്പം 50 വർഷമായി അമ്മ സിനിമയിലേക്ക്, 51 ഇപ്പം 51 വർഷമായി. അപ്പൊ ഇപ്പൊ ഒരു 51 വർഷത്തേക്ക് മുന്നേ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുഞ്ഞു മല്ലികാമ്മയുടെ അടുത്ത് ഇപ്പൊ എന്താ പറയാനുള്ളത്? കുഞ്ഞു മല്ലികാമ്മയായിട്ട് അങ്ങനെ ഒരു, ഞാൻ പറയട്ടെ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് നായികയായിട്ട് അഭിനയിക്കാൻ പോയതല്ല, ഒരു ജീവിത ഉപാധിയായിട്ട് അവിടെ പോയി ചെന്നു. അപ്പം ഒരുപാട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒത്തിരി പ്രമുഖരായിട്ടുള്ളവർ, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറൊക്കെ എൻ്റെ നാട്ടിലുള്ള ആളാണ്, അടൂർ ഭാസി സാറ്, തിക്കുറിശ്ശി മാമൻ, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അച്ഛനും ഞങ്ങളുടെ ഈ കൈനിക്കര കുടുംബമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു, എൻ്റെ വിഷമങ്ങൾ അവരോടൊക്കെ പറയുന്നു. പിന്നെ നമ്മളതൊരു കുറച്ച് കാലം ഇങ്ങനെ അഭിനയിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയായി. അപ്പം നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതാണോ നല്ലത്, അതോ തിരിച്ച് ഈ പറയുന്ന പോലെ അച്ഛനമ്മമാരുടെ കൂടെ നിന്നിട്ട് സിനിമ ഇല്ലേലും സാരമില്ല അങ്ങനെ ഒരു ലൈഫിലേക്ക് തിരിയുന്നതാണോ, ഇങ്ങനെ പല ചിന്താഗതിയാണല്ലോ, പ്രായം ചെറുതല്ലേ. അപ്പോൾ അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ കുഞ്ഞു മല്ലികയോട് എനിക്ക് പറയാനുള്ളത് ഒരു കണക്കിന് ഇന്നിപ്പോൾ ഈ മല്ലിക ആയതാണ് എനിക്ക് സുഖം. സത്യം, ഇപ്പോൾ ഒരു വലിയ ടെൻഷനൊന്നുമില്ല. എന്തോ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളൊക്കെ സത്യം, ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അനാവശ്യമായിട്ട് പ്രതികരിച്ച് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവർക്കൊക്കെ ഞാൻ പറയുന്നത് പലപ്പോഴും വീട്ടിൽ നിന്ന് പലരോടും പറയാറുണ്ട്, കാണാറുമുണ്ട്. പുറകെ എന്തായാലും ശരി, അതിനൊക്കെ എവിടെങ്കിലും ഒന്ന് മറുപടി പറയേണ്ടി വരും അവർക്ക്. ആ മറുപടികളും കൂടെ കണ്ടിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകും, യാതൊരു സംശയം വേണ്ട. മോളിത് വായിച്ചും കുറിച്ച് വെച്ചു. അതെന്താ ഞാനടക്കമുള്ളവരോട് ഞാൻ പറയുന്നതാ. ഈയിടയ്ക്ക് എൻ്റെ മകനും ചോദിച്ചത്, കാരണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവർ ഇവൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? പടത്തിനെ കുറിച്ച് പറഞ്ഞോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, നമ്മൾ പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്തു, ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ മറ്റാണ് മറിച്ചാണ്, അതൊക്കെ കേൾക്കുമ്പോൾ കഷ്ടം. നമുക്ക് അവരോട് സഹതപിക്കാനേ ഒക്കെയുള്ളൂ. എൻ്റെ കുഞ്ഞെ, നീ ഉണ്ടായണൊക്കെ ഒരു അക്ഷരം അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലീസുകാർ അടക്കമുള്ളവരോട് ഞാൻ ചോദിക്കുമ്പം എവിടെ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ വിവരമുള്ള ഉദ്യോഗസ്ഥരായ ആൾക്കാരോട് നിങ്ങൾ വിടണം, നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകുന്നത് ഇതൊക്കെ എന്ന് പറയും. ഇതൊന്നും അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ പറയും, ചുമ്മാ എൻ്റെ പൊന്ന് ആൻറ്റി, വെറുതെ ഈ കാശ് കൊടുത്ത് എഴുതിക്കാൻ ആർക്കാ പറ്റാത്ത. അപ്പോൾ ഇങ്ങനെ പല പല അഭിപ്രായങ്ങളാണ് നമ്മുടെ കാതിൽ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവരോട് മിണ്ടായിരിക്കാവുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജയൻ സ്മാരക അവാർഡിന് പോയി. അപ്പോൾ ഒരാൾ ആദ്യം വന്ന് ഫോട്ടോ തൊട്ട് മുമ്പിൽ ആ വലിയ സ്പീക്കർ, ഒന്നും കേൾക്കാൻ വയ്യ, ഭയങ്കര ഒച്ചത്തിൽ പാട്ട്. ആദ്യം അവർ വന്നു, എന്തോന്നോ പറഞ്ഞു, 3-4 ഫോട്ടോ എടുത്തു. രണ്ടാമത് വന്നു. മൂന്നാമത് വന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീയുടെ ഒരു കൊച്ചുമൊക്കെ ഒരുപാട്. അപ്പം ഞാൻ നിൽക്കുക, ഒന്നില്ല ഇത് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പോകാൻ എഴുന്നേൽക്കുമ്പോഴായിട്ട് നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കും. ഇത് പറഞ്ഞതിന് ഒരാൾ എഴുതി, ആരും ഞാൻ കണ്ടില്ല, എനിക്കൊരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു,
സെലിബ്രിറ്റി ആ സ്ത്രീ മിണ്ടാൻ ചെന്നപ്പോൾ പിന്നാട്ടെന്ന് കാണിച്ചത് എന്ത് കണ്ടിട്ടാണ് 3 പ്രാവശ്യം അവരുമായിട്ട് ഫോട്ടോ എടുത്ത് 3ാമത്തേത് അവരുടെ കൂട്ടുകാരിയുടെ ആർക്കോ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു സത്യം പറയുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ല, നിൽക്കേ ഒന്നില്ല ഈ സ്പീക്കറിൽ ഈ പാട്ടും കൂത്തുമൊക്കെ നിൽക്കട്ടെ, ഞാൻ പോകാൻ നേരത്ത് അപ്പോൾ ഈ ശല്യം ഉണ്ടാകത്തില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നെടുക്കാം. ഇതിൻ്റെ കീഴിൽ കിടന്നെടുക്കുമ്പോൾ എനിക്ക് ഇതെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അപ്പോൾ ഈ കമൻ്റ് ഇടുന്നത്? അപ്പോൾ വേറെ ഒരു ജോലിയില്ല, വീട്ടിൽ കുത്തിയിരുന്ന് ഇത് തന്നെ കളി, പഠിക്കണ്ട, നല്ലൊരു ഉദ്യോഗം അന്വേഷിച്ച് പോകണ്ട, എന്തെങ്കിലും വിശക്കുമ്പോൾ അച്ഛനമ്മയോ കൊടുക്കുമായിരിക്കും, ഇതായിരിക്കും ജീവിതം. അല്ല എന്ത് പറയാ. മല്ലികാമ്മ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണ് പറയുന്നത് അല്ലേ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് കർമ്മം എന്ന് പറയുന്നത്, കർമ്മ എന്ന് പറയുന്നത് വലിയ വിശ്വസിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും അതിൽ വിശ്വസിക്കണം. കാരണം ഒരു ജീവിതം തുടങ്ങി അത് അവസാനിക്കുന്നിടം വരെ ഏതൊക്കെ കർമ്മങ്ങളുടെ പന്ഥാവിലൂടെയാണ് നമ്മൾ പോകേണ്ടത് തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് അവിടെ നിന്നാണ്. അപ്പോൾ അതുവഴി എല്ലാം നമ്മളെ കൊണ്ടുപോകും. ഒരു 3/4 ദൂരം വരെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് ജയിച്ചെന്ന് വിചാരിക്കും. പക്ഷെ ഇനിയും കിടക്കുന്ന കാൽഭാഗം എന്താണല്ലേ, എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു, വലിയ എല്ലാ സൗകര്യങ്ങളും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും ബുദ്ധിമുട്ട്, മക്കൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരിതങ്ങൾ, മറ്റത് മറിച്ചത്, അതായത് ഞാൻ എപ്പോഴും പറയാം ഒരു സ്ത്രീകളോടുള്ള ഒരു ഇത്, എന്തിനാണ് ഈ 71 വയസ്സാകുമ്പോൾ എന്നെ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഇതേ പറയാനുള്ളൂ. ഹരേ ദുരാചാര ത്രിശംസകംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, തവ അന്തകൻ ഭൂമി തലേ ജനിച്ചു ഗവേന സർവത്ര തെരഞ്ഞുള്ളൂ. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഈ കളന്ന് ഡയലോഗ് അടിക്കുന്നവൻ അതന്വേഷിച്ചു പോ, ആരാണ് എൻ്റെ അന്തകൻ എന്നൊന്ന് കണ്ടുപിടിക്കുന്നത് ഞാൻ സമ്മതിച്ചു തരാം. അപ്പോൾ ചുമ്മാതല്ലേ. അല്ലെങ്കിൽ ഞാനും 28 വയസ്സായവനും 71 വയസ്സായ അവനും തമ്മിൽ എന്ത് കോമ്പറ്റീഷനാണുള്ളത്? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാരുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ പിള്ളേർക്കൂടെ അത് തെറ്റി. ആ കുടുംബമല്ല ഞങ്ങളുടേത്. ഇതിൻ്റെ അപ്പുറത്തേത് കേട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ മക്കളാരാന്ന് എനിക്കറിയാം, മരുമക്കളെ അറിയാം, കൊച്ചുമക്കളെ അറിയാം. ഞങ്ങൾക്ക് ഇതൊന്നും വലിയതായിട്ട് ഭയങ്കര അയ്യോ ആ ടൈപ്പല്ല ഞങ്ങളാരും. അവൻ്റെ തലയിൽ വരച്ചിട്ടുള്ളത് ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് അവന് കൊടുത്തിരിക്കും, അതവന് ലഭിച്ചിരിക്കും, അതവനത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തലകുത്തി മറിയുന്ന അവരുടെ ശരീരത്തിൻ്റെ എക്സസൈസ് ആയിക്കോട്ടെ, ഒരു പരിധി വരെ അങ്ങനെ വിട്ടാൽ മതി. മല്ലികമ്മേനെ പറ്റി ഒറ്റ വാക്കി പറഞ്ഞ ദ പ്രൗഡ് മദർ ഇൻ മലയാളം. അപ്പൊ ഇത്രയും പ്രൗഡ് മദർ ആയിട്ട് പോലും മല്ലികമ്മ എപ്പോഴും ഒരു സിമ്പിൾ ലൈഫാണ് നയിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതെന്താ വെച്ചാൽ വേറെ നാളല്ലോ. നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ 2 മക്കളും പറയാം ഇങ്ങോട്ട് പോകാമേ അങ്ങോട്ട് പോകാമേ എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ഒരു തിരക്കാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ. എപ്പോഴും ആരെങ്കിലും കാണാൻ വരുമോ, ഇൻ്റർവ്യൂ, പിന്നെ സിനിമ. രാജുവിൻ്റെ അവിടെയൊക്കെ അവൻ വന്ന് ഇറങ്ങിയാൽ പോകുന്നിടം വരെയും അതിനകത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ വരികയും പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന പല ഭാഷയിലുള്ളവരും ഉണ്ടല്ലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് സ്വസ്ഥമായിട്ട് എന്നെ കണ്ടൂടെ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അല്ല, സിമ്പിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വളരെ സിമ്പിൾ ലൈഫിൽ ജീവിച്ച ഒരാളാണ്. എൻ്റെ അച്ഛൻ സംസ്കൃത MA, മലയാളം MA ഒക്കെ പഠിച്ചിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറയുന്നത് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന ഒരിടത്തെ വലിയ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അമ്മ ഹരിപ്പാട്. അയ്യോ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിലെ അടുക്കള അല്ലെങ്കിൽ പൂജാമുറി, ഇതാണ് അവരുടെയൊക്കെ ജീവിതം. അതിനപ്പുറത്തേക്കുള്ള വലിയ പുറലോകത്തിലേക്കൊന്നുമുള്ള കറക്കങ്ങളൊന്നുമില്ല. അമ്മ ഭർത്താവിനും മക്കൾക്കും ആഹാരം ഉണ്ടാക്കുക, കൊടുക്കുക, എല്ലാം. ഞാൻ ഇപ്പോഴല്ലേ നിങ്ങളൊക്കെ ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതെല്ലാം. ഒരു ഓണം വന്നാലും ഉപ്പേരി കഴിക്കണമെങ്കിലും കായ വറുത്ത് കഴിക്കണമെങ്കിലും അച്ചാർ കഴിക്കണമെങ്കിലും എല്ലാം കടയിലോട്ട് കയറിയാൽ മതി. ഞങ്ങളുടെ ഒന്നും കാലത്തൊന്നും അമ്മമാരൊന്നും ചെയ്തിട്ടില്ല, അവരൊക്കെ ഉണ്ടാക്കുകയാണ് വീട്ടിൽ. അപ്പം അങ്ങനെയുള്ള ഒരു തനി ഗൃഹനാഥ എന്നുള്ള രീതിയിൽ വളർന്ന ഒരമ്മ. ഒരുപാട് കാര്യങ്ങൾ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നും ഇന്നും എപ്പോഴും അച്ഛൻ പറഞ്ഞൊരു വായുണ്ട്, മോളെ ചുറ്റിലും നിൽക്കുന്നവരെല്ലാവരും ഒരുപോലെ അറിയത്തില്ല, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതം പോയി നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ അതിൽ നിൽക്കരുത്. നമുക്കൊരു ജീവിതം അദ്ദേഹം തന്നിട്ടുണ്ട്, അതനുസരിച്ച് പോവുക. ഒറ്റ കാര്യം, അത് സുഖോട്ടൻ പറയും, നുണ പറയാതിരിക്കുക, വെറുതെ പറയരുത്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉറക്കം കുറയും. ഓരോ ദിവസം കഴിയുന്തോറും എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പോഴായിരിക്കും എൻ്റെ ഈശ്വര ഞാൻ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നത്, അല്ലേ? അപ്പം നുണ പറയാതിരിക്കുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. ഞാനൊക്കെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്, അത് അനുഭവിച്ചിട്ടുള്ളവർക്കും അത് ലഭിച്ചിട്ടുള്ളവർക്കും അറിയാം. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ ഒന്നും ക്യാമറയും കൊണ്ട് പോകാറില്ല, ഇഷ്ടമല്ല. കാരണം സുഖോട്ടൻ്റെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആരെങ്കിലും 10,000-50,000 രൂപ ചെറിയ ഇപ്പം എൻ്റെ പൈസയിലേക്ക് മക്കൾ ഉടനെ തരും.
എന്താ അമ്മേ അല്ലടാ അവർക്ക് ഏതാണ്ട് ഒരു ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെ കൊടുത്താട്ടമ്മേ നമ്മുടെ കൂടെ കുറച്ച് കാലം നിന്ന് ജോലി ആ ഒരു ലെവലിൽ വീട്ടിനകത്തുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അല്ലാതെ സമീപത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കാണിക്കാനും അങ്ങനെയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും വരും. ഇപ്പോൾ ഇവിടെ കിടന്ന് അടിക്കുന്നല്ലോ കുറേ പേര്, ഇത് സംഘിയാണോ ഇത് കമ്മിയോ, സംഘി കമ്മി കൊമ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറുതെ. ഇതൊന്നും അല്ല ഇതിൻ്റെ ഒറിജിനൽ ആൾക്കാർ. ഇതെന്താണൊരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പഠിച്ച് വായിച്ച് വിവരമുള്ളവരും ഇതിനകത്തൊക്കെ ഉണ്ട് ചെറുപ്പക്കാർ. എല്ലാവരും അതാവണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് അതാണ്. കാരണം നമ്മൾ ഏത് പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അതിനകത്ത് നിൽക്കുമ്പം അതിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴേ നമ്മുടെ സംസാരം ശരിയാവത്തുള്ളൂ. മറ്റേ ഒരു ഗുണ്ടായിസം പോലെ അങ്ങനെയാണ് വെറുക്കുന്നത്. സത്യം ഞാൻ എപ്പോഴും പറയും, ഇവിടെ നേതാക്കന്മാർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ പേരും കൂടെ കളയാനായിട്ട് കുറേ പേര് കൂടി നടപ്പുണ്ടല്ലോ. എന്തെല്ലാം അബദ്ധങ്ങൾ ആ റോഡിൽ നിന്നുകൊണ്ട് മൈക്കിൽ കൂടെ വിളിച്ച് പോകുന്ന ഓരോരുത്തർ. വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് തിരുത്താനൊന്നും ഒക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കണ്ട, നമുക്ക് ജീവിക്കാൻ വേണ്ടി ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 4 മക്കളും വിശ്വസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു പുണ്യം കൊണ്ടാവാം ഇന്ന് ഞങ്ങൾ 4 മക്കളും എല്ലാവരും കൊച്ചുമക്കളും ഒക്കെ എന്തോ നല്ല നിലയിൽ അവനവന് കഴിയാനുള്ളതൊക്കെ അവനവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് മതിയല്ലോ, എന്തിനാ കൂടുതൽ? അത്യാവശ്യം മതി, ഓവറായിട്ട് കാണിക്കാനൊന്നും വേണ്ട. എനിക്കങ്ങനെ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കണമെന്നൊന്നുമില്ല. പിന്നെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മേനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ് നമ്മുടെ ബിഗ് ബോസിലെ അനുമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുകയാണ്. പൊന്നേ, അനുമോളെ ഇട്ടുകൊണ്ട് വറക്കുന്ന കണ്ടേച്ചാൽ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ? 2.5 വർഷം എൻ്റെ കൂടെ അമ്മായിയമ്മയും അത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണ് ജീവിക്കുന്ന എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പെണ്ണോ എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിൻ്റെ ഒരു തുള്ളൽ. അത് ഞാൻ പറയട്ടെ, അതുണ്ടാവും. അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു, ആ കുട്ടി അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെൻറ്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടിയുടെ കുറ്റമല്ല, അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ്. എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്. അതവർ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR. പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR പോവാം, ബിഗ് ബോസ് എനിക്ക് കിട്ടുമോ? അല്ല, എനിക്ക് അറിയണമായിട്ടൊക്കെ വെറുതെ. അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ആൺപിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ? ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്. നമുക്കും കാണുമ്പോൾ തോന്നുക, നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും, അല്ലേ? അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ഇത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത്. ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ. എന്താ അത് തന്നെയല്ലേ അനുമോളും? അനുമോളോട് എന്താ അപ്പം ഇച്ചിരി തൊഴിലെടുത്തോണ്ടുള്ള ദേഷ്യമാണ്? എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആൺപിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവൾ കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും. അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആൺപിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം.
അപ്പം അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരം. ആ കൊച്ചൊരു പാവം കൊച്ചാ, അത് അതിൻ്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, ആ കുട്ടി സത്യം പറയാ അത് നീ ചെല്ല് എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വലിയ ആന കാശൊന്നും ചോദിക്കുന്ന കൊച്ചല്ല. അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആരെങ്കിലും കാണും. ഒരു കൂട്ട് വേണമല്ലോ ഒരു കുട്ടി പോകും. സാമാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ജീവിതം. അത് തിരിച്ചു വന്നാൽ ഉടനെ വരുമ്പോഴോ അവളെക്കാട്ടിൽ അവളെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ചേച്ചിയുടെ കുഞ്ഞിനുമൊക്കെ. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. എന്തിനാ ഞാൻ എന്നോട് പറയുന്നത്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ പയ്യോ അവരെ വിളിക്കുന്നത്, ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പോകാം, അയ്യോ ആൻറ്റി ആൻറ്റി. അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവൾക്ക് ഇഷ്ടമാണ്. കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ അവളൊരു ദിവസം ദുബായിൽ പോയി, ഒന്ന് ഖത്തറിൽ പോയി, ബഹ്റയിൽ പോയി, ഷാർജയിൽ പോയി. ഇതൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കും അയ്യോ സുഖോട്ടം അയ്യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിന്. അന്നാ നമുക്ക് ഇപ്പം നമ്മൾ ഒരു 10 പ്രാവശ്യം പഠിച്ചാൽ അയ്യോ വയ്യേ പൊന്നു മക്കളെ ദുബായിയൊക്കെ ഒരുപാട് കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോകത്തില്ല. അത് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ? പിന്നെ എത്ര 16 ലക്ഷം 16 ലക്ഷം PR ഉണ്ടായിരുന്നു ആ കൊച്ചു അഭിനയിക്കാതെ. ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ആയിട്ട് ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് സത്യം. പിന്നെ അതിനകത്ത് നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്, എന്താണ് ഷാനവാസില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല. അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനീഷ് പിന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവത്താരെ പോലെ സംസാരിക്കും. ഇത്രയും പാവം ആളോ എന്നൊക്കെ ഞാനങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പം അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം. അല്ല ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറേ ചെറുപ്പക്കാർ അങ്ങ് ഇതിൻ്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷേ കാര്യമായിട്ട് പറയുന്നതൊന്നും അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ 1 or 2 സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ. അതൊക്കെ മറ്റവരുടെ PR വർക്ക്. ഇവർക്ക് PR ഉണ്ടെങ്കിൽ മറ്റവർ ഇവളെ ചീത്ത വിളിക്കാനായിരിക്കും PR ഉപയോഗിക്കുന്നത്. ഇത്രയുള്ള എൻ്റെ വ്യത്യാസം.